Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM 4 സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് പാർട്ട് 2. നമ്മൾ ഈ ഒരു പേപ്പറിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SC ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പാർട്ട് എയിൽ 7 ചോദ്യങ്ങളിൽ സാധാരണ 6 തിയറി ചോദ്യങ്ങളും ഒരു പ്രോബ്ലമാണ് കണ്ടുവരാറ്. സോ നിങ്ങൾ തിയറിയിലോട്ട് ഫോക്കസ് ചെയ്താൽ മതി. 2 വെയിറ്റേജിൻ്റെ ഏരിയയിൽ പ്രോബ്ലം നോക്കി നേരങ്ങളാണെന്ന് ഞാൻ പറയില്ല. സോ അതിൽ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്ന 1-2 ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ, ആദ്യം തന്നെ അമാൽഗമേഷനെ റിലേറ്റ് ചെയ്തുള്ള ഒരു ചോദ്യം എല്ലാ പേപ്പറിലും വരുന്നതാണ്. സോ നിർബന്ധമായും പഠിക്കുക. വാട്ട് ഈസ് അമാൽഗമേഷൻ? അമാൽഗമേഷൻ എന്താണ്? അതുപോലെ തന്നെ മെർജർ, ഡീമെർജർ, ഇതിൻ്റെ കൺസെപ്റ്റ് ചോദിക്കാറുണ്ട്. ഡീമെർജർ എന്താണ് നോക്കിയിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ഇതിനേക്കാൾ മുമ്പ് കണ്ടുവന്നിട്ടുള്ളത് തന്നെയാണ്. ടാക്സ് ഇൻസിഡൻസ് ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം. എക്സ്പ്ലെയിൻ ടാക്സ് ഇൻസിഡൻസ് ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം. പാർട്ണർഷിപ്പ് ഫേം നിർബന്ധമായും പഠിക്കണം. നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് പോയിന്റ് ഔട്ട് ദ എലമെന്റ്സ് to be covered in tax management. ഓക്കെ, നിർബന്ധമായും പഠിക്കുക. അതുപോലെ തന്നെ ട്രസ്റ്റിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ പലപ്പോഴും വരാറുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രസ്റ്റ്? അതിൽ പ്രൈവറ്റ് ട്രസ്റ്റ്, പബ്ലിക് ട്രസ്റ്റ്, അതിനെ പറ്റിയിട്ട് കേട്ടോ. വാട്ട് ഈസ് ദ different types of trust ഏതൊക്കെയാണ്? അതിൽ പ്രൈവറ്റ് ട്രസ്റ്റ്, അതുപോലെ തന്നെ പബ്ലിക് ട്രസ്റ്റ്, ഇതിനൊക്കെ പറ്റിയിട്ട് പലപ്പോഴും വരാറുള്ളതാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ അതൊക്കെ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു മെർജർ അമാൽഗമേഷൻ, അത് നോക്കണം. അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നോക്കി വയ്ക്കുക കേട്ടോ. മെർജർ ആൻഡ് അമാൽഗമേഷൻ്റെ അതും കൂടി ഞാൻ വിട്ടുപോയി പറയാൻ. അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നോക്കി വയ്ക്കുക. ഓക്കെ, ഇനി ടാക്സ് പ്ലാനിങ്ങിൻ്റെ ബേസിക് തിയറി പലപ്പോഴും കണ്ടുവരാറുണ്ട്, അതും നോക്കാം കേട്ടോ. ടാക്സ് പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം. സോ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടാക്സ് പ്ലാനിങ്. ടാക്സ് പ്ലാനിങ് എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്? അതുപോലെ തന്നെ ടാക്സ് ഇവേഷനും ടാക്സ് പ്ലാനിങ് തമ്മിലുള്ള ഡിഫറൻസ്, ആ കൺസെപ്റ്റ്. ഹൗ ടാക്സ് പ്ലാനിങ് അല്ലെങ്കിൽ ടാക്സ് ഇവേഷൻ ഡിഫറെൻറ്റ് ഫ്രം ടാക്സ് പ്ലാനിങ്. ഓക്കെ, അത് നോക്കി വയ്ക്കുക. ഇനി ടാക്സ് ഇംപ്ലിക്കേഷൻ, ഞാൻ പറഞ്ഞു പ്രോബ്ലം അത് അവസാനം മെൻഷൻ ചെയ്യാം. ഏതെങ്കിലും ഒരു പ്രോബ്ലം വരുന്നുള്ളത് അത് ടാക്സ് ഇംപ്ലിക്കേഷനെ റിലേറ്റ് ചെയ്തുള്ളൊരു ചോദ്യമാവാം, ഏത് വേണമെങ്കിലും ആവാം. അത് നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു പ്രോബ്ലം നോക്കിയാൽ മതി. മിക്കതും നമുക്ക് തിയറി എഴുതി സ്കോർ ചെയ്യുന്നതായിരിക്കും 2 വെയിറ്റേജിൻ്റെ ഏരിയയിൽ കംഫർട്ടബിൾ. അതുപോലെ നെക്സ്റ്റ് പവേഴ്സ്, അത് ശരിക്കും 3rd സെമസ്റ്ററിലുള്ള ഒരു ചോദ്യമാണ്. പവേഴ്സ് ഓഫ് CBDT ഇതിലുണ്ട് അത്. ഓക്കെ, ചോദിച്ചിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് മറ്റൊരു സജഷൻ, when a company said to be
a resident. When a company is said to be a resident. ഓക്കെ, നോക്കിയിരിക്കേണ്ട ചോദ്യമാണ് കേട്ടോ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, explain book profit. Explain book profit. Book profit for computing remuneration to working partners. Remuneration to working partners. ഓക്കെ, ഈസി അല്ലേ? ആദ്യത്തെ ഏരിയയിലുള്ള ഒരു ചോദ്യമാണ്. ഇനി ടോണൈറ്റ് ടാക്സേഷന്റെ തിയറി പ്രോബ്ലം നോക്കി വയ്ക്കണം, നമുക്ക് പ്രതീക്ഷിക്കാം. ടാക്സ് അണ്ടർ ടോണൈറ്റ് ടാക്സ് സിസ്റ്റം. ടാക്സ് അണ്ടർ ടോണൈറ്റ് ടാക്സ് സിസ്റ്റം നോക്കണം കേട്ടോ, പ്രതീക്ഷിക്കാം. ദെൻ മറ്റൊരു ചോദ്യം ഇതിനേക്കാൾ മുമ്പ് വന്നിട്ടുള്ളതാണ്. AMT എന്തെങ്കിലും നോക്കാം, അത് പറയാൻ വിട്ടുപോയതാണ്. ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സിന്റെ കൺസെപ്റ്റ്. പിന്നെ ATP വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ATP ഡിഡക്ഷൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80P എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. ഇനി മറ്റൊരു സജഷൻ കൂടി നൽകാം. ടാക്സ് പ്ലാനിങ് ഇൻ റിലേഷൻ ടു ബോണസ്. ടാക്സ് പ്ലാനിങ് ഇൻ റിലേഷൻ ടു ബോണസ് നോക്കിയിരിക്കണം. സോ ഇതൊക്കെ തന്നെയാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കേണ്ട കുറച്ച് ചോദ്യങ്ങൾ. ഇനി അതിൽ പറയാനുള്ളത്, ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുള്ളൊരു ചോദ്യം കൂടി നൽകാം കേട്ടോ. 13 ഇൻ ഹൗസ് സയൻറ്റിഫിക് റിസർച്ച് ഡെവലപ്മെൻറ്റ് എക്സ്പെൻസസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുള്ളതാണ്. റിപ്പീറ്റ് ചോദ്യമല്ല. എക്സ്പ്ലെയിൻ ഇൻ ഹൗസ് സയൻറ്റിഫിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എക്സ്പെൻസസ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എക്സ്പെൻസസ്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു ലാസ്റ്റ് വേണമെങ്കിൽ ഒരു പ്രോബ്ലം വരാം. അത് ചിലപ്പോൾ ടാക്സ് ഇംപ്ലിക്കേഷൻ്റെ ആയിരിക്കാം, ഇംപ്ലിക്കേഷൻ്റെയോ ഏതെങ്കിലും ഒരു റിലേറ്റ് ചെയ്തുള്ളൊരു പ്രോബ്ലം വരാം. ബട്ട് നിങ്ങൾ തിയറിയിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. നമുക്ക് 4 എണ്ണം എഴുതണ്ടാവും. അപ്പോൾ എപ്പോഴും 7 ക്വസ്റ്റ്യൻസിൽ 4 തിയറി ഈസി ആയിട്ടുള്ളത് എന്തായാലും വരാറുണ്ട്. സോ അതിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യായിരിക്കും ബെറ്റർ. അപ്പോൾ 4 എണ്ണത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏരിയാസ് ഒന്നുകൂടിയും പറയുകയാണെങ്കിൽ, അമാൽഗമേഷനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ നിർബന്ധമായും പഠിക്കണം കേട്ടോ. എന്താണ് അമാൽഗമേഷൻ, പിന്നെ മെർജർ, ഡിമെർജർ, ഈ പറയുന്ന കൺസെപ്റ്റുകളൊക്കെ നോക്കിയിരിക്കണം. അതിൻ്റെ ടൈപ്സ്, ടാക്സ് ഇൻസിഡൻസ് ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം നോക്കിയിരിക്കണം. അതുപോലെ തന്നെ ടാക്സ് മാനേജ്മെൻറ്റിൻ്റെ തിയറി നോക്കിയിരിക്കണം. ട്രസ്റ്റ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രസ്റ്റ് പലപ്പോഴും വരാറുള്ള ചോദ്യമാണ് കേട്ടോ. അതിൽ പബ്ലിക് ട്രസ്റ്റ് എന്താണ്, പ്രൈവറ്റ് ട്രസ്റ്റ് എന്താണ്, ഇതൊക്കെ വരാറുള്ളതാണ്. ടാക്സ് പ്ലാനിങ് എന്താണ്, അതുപോലെ തന്നെ ടാക്സ് ഇവേഷനും ടാക്സ് പ്ലാനിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയിരിക്കണം. പവേഴ്സ് ഓഫ് CBDT റിപ്പീറ്റ് ആണ്. ദെൻ വെൻ എ കമ്പനി ഈസ് സെഡ് ടു ബി റെസിഡൻറ്റ് എന്നുള്ളത് വരാറുണ്ട്. ദെൻ എക്സ്പ്ലെയിൻ ബുക്ക് പ്രോഫിറ്റിനെ പറ്റിയിട്ട് ഫോർ കമ്പ്യൂട്ടിംഗ് റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് റിപ്പീറ്റ് ആണ്. ടോണൈറ്റ് ടാക്സേഷൻ നിർബന്ധമായി നോക്കണം. തിയറി വരാറുണ്ട്, പ്രോബ്ലം വരാറുണ്ട്. സോ അതാണ് മറ്റൊരു ചോദ്യം. AMT വരാറുള്ളതാണ്. പിന്നെ ATPനെ പറ്റിയിട്ടുള്ള ചോദ്യം പലപ്പോഴും റിപ്പീറ്റ് ആണ്, നിർബന്ധമായും പഠിക്കുക. പിന്നെ ടാക്സ് പ്ലാനിങ് ഇൻ റിലേഷൻ ടു ബോണസ്, ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ചോദ്യങ്ങൾ 2 വെയിറ്റേജിൻ്റെ കേട്ടോ. സോ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ വരുന്ന ഇതാണ്. ആൻഡ് ഫൈനലി ഇതാണ് കേട്ടോ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് പാർട്ട് ബിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 3 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിലെത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS signing off. Have a nice day. Thank you.